2025, we can fight against COVID-19 by keeping social distance and be safe at home. എല്ലാവർക്കും നമസ്കാരം. മിക്കവാറും എല്ലാവരും മൊബൈലിൽ 2 സിം ഉപയോഗിക്കുന്നവരാണ് അല്ലേ? ന്യൂ ജനറേഷൻ മൊബൈലുകളിൽ 2 നമ്പറിൽ നിന്ന് 2 വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമോ? അതേപോലെ തന്നെ നിങ്ങൾ OLX ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു നമ്പറിൽ നിന്ന് ഒരു പരസ്യം മാത്രമേ ഫ്രീ ആയി പോസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2 നമ്പറുകൾ ഉണ്ടെങ്കിൽ ഒരേ സമയം 2 പരസ്യം നമുക്ക് ഫ്രീ ആയി മൊബൈലിൽ നമുക്ക് ഇടാൻ സാധിക്കും. ആയതിന് നമുക്ക് രണ്ടാമത്തെ ഒരു OLX ആപ്പ് കൂടിയും വേണം. ന്യൂ ജനറേഷൻ മൊബൈലുകളിൽ ഒരേ സമയം ഒരു ആപ്പ് 2 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു വാട്സാപ്പ് ഉണ്ട്, ഒരു യോനോ SBI ഉണ്ട്, പിന്നെ നമുക്കൊരു OLXും ഉണ്ട്. എനിക്ക് ഒരു വാട്സാപ്പിന്റെ ആപ്ലിക്കേഷനും കൂടി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആപ്സ് എന്ന മെനു കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഡുവൽ ആപ്സ് എന്ന മെനു കാണാൻ സാധിക്കും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്പുകളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഒരു വാട്സാപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ആയതിനാൽ നമുക്ക് വാട്സാപ്പ് എന്ന ആപ്പ് സെർച്ച് ചെയ്യാം. നമുക്ക് ടോപ്പിലായി വാട്സാപ്പ് എന്ന ഐക്കൺ നമുക്ക് കാണാം. അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഡിസേബിൾ ആയി കിടക്കുന്ന ഒരു ബട്ടൺ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഡുവൽ ആപ്സ് എന്ന് മുകളിലും കാണാം. വളരെ സിമ്പിളായി നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഡുവൽ ആപ്പ് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ആയതിന് നമ്മൾ ഈ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആ ഡിസേബിൾ ആയി കിടക്കുന്ന ബട്ടണിനെ നമുക്ക് ഒരു ക്ലിക്ക് ചെയ്ത് ഇനേബിൾ ആക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇനേബിൾ ആക്കിയപ്പോൾ ഐക്കൺ ഈസ് ആഡഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണുവാൻ സാധിക്കും. നമ്മുടെ ഡുവൽ വാട്സാപ്പ് ഹോം സ്ക്രീനിൽ ആഡഡ് ആയിട്ടുണ്ട്. നമുക്കത് ചെക്ക് ചെയ്യാം. നേരത്തെ ഹോം സ്ക്രീനിൽ ഒരു വാട്സാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഡുവൽ വാട്സാപ്പ് ഹോം സ്ക്രീനിൽ ആഡഡ് ആയിട്ടുണ്ട്. നമുക്കത് ഹോം സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് വാട്സാപ്പും ഇത് നമ്മുടെ ഡുവൽ വാട്സാപ്പുമാണ്. നമ്മുടെ സെക്കൻഡ് വാട്സാപ്പിൽ നമുക്ക് ഡുവൽ ആയിട്ടുള്ള ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആസ് യൂഷ്വൽ നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യണതിന് പോലെ തന്നെ നമുക്ക് ഡുവൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അഗ്രി ചെയ്യാൻ കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് പുതിയ നമ്പർ ഉണ്ടെങ്കിൽ പുതിയ നമ്പർ ടൈപ്പ് ചെയ്ത് നമുക്ക് ഡുവൽ വാട്സാപ്പിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മളുടെ ഡുവൽ വാട്സാപ്പും നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ OLXന്റെയോ യോനോ SBIയുടെയോ ഡുവൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. യോനോ SBIയുടെ പ്രത്യേകത ഒരു അക്കൗണ്ട് വെച്ച് ആകെ കൂടി ഒരാൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ വീട്ടിൽ മറ്റാർക്കെങ്കിലും SBI അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൊബൈലിൽ യോനോ SBIയുടെ ഡുവൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആയതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സിൽ ആപ്പ് ക്ലിക്ക് ചെയ്യാം. ആപ്പിൽ നമുക്ക് ഡുവൽ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് യോനോ SBI നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് യോനോ SBI ഡിസേബിൾ ആയി
ഇരിക്കുന്നത് കാണാം. നമുക്ക് ഈ ഡിസേബിൾ ആയി കൊടുക്കുന്ന ഐക്കണിനെ നമുക്ക് മുന്നേ ചെയ്ത പോലെ തന്നെ നമുക്ക് എനേബിൾ ആക്കാം. അപ്പോൾ നമുക്ക് ഐക്കൺ ആഡഡ് ടു ഹോം സ്ക്രീൻ എന്ന് നമുക്ക് കാണാം. നമുക്കത് ചെക്ക് ചെയ്യാം. നമുക്ക് ഹോം സ്ക്രീനിൽ വേറെ യോനോ SBIയുടെ ഡുവൽ ആപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ആപ്ലിക്കേഷന്റെയും ഡുവൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് OLXന്റെ കൂടി ഡുവൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. പിന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് ആപ്പ് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഡുവൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇനി OLX സെർച്ച് ചെയ്യാം. OLX ഡിസേബിൾ ആയി കൊടുക്കുന്നത് നമുക്ക് കാണാം. അത് നമുക്ക് എനേബിൾ ആക്കാം. എനേബിൾ ആക്കുമ്പോൾ ഐക്കൺ ഈസ് ആഡഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണാം. ഇപ്പോൾ നമുക്ക് 2 OLX ഉണ്ട്, 2 വാട്സാപ്പ് ഉണ്ട്, പിന്നെ നമുക്ക് 2 യോനോ SBI ഉണ്ട്. ഇത്തരത്തിൽ നമുക്ക് എല്ലാ ആപ്പിന്റെയും ഡുവൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പ്രൈമറി വാട്സാപ്പിൽ അനേകം മെസ്സേജുകൾ വരാറുണ്ട്. അതിൽ ആവശ്യമുള്ളതും അനാവശ്യമായതും ഉണ്ടാകും. ഇതിൽ ആവശ്യമുള്ള മെസ്സേജുകൾ നമ്മുടെ സെക്കൻഡറി വാട്സാപ്പിലേക്ക് സ്റ്റോർ ചെയ്ത് നമുക്ക് അവ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള OLXോ യോനോ SBIയോ വാട്സാപ്പോ വേണമെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. ആയതിന് നമ്മൾ ചെയ്യേണ്ടത് ഏത് ആപ്പാണോ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് പ്രസ് ചെയ്ത് പിടിച്ച് അൺഇൻസ്റ്റാൾ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കും അൺഇൻസ്റ്റാൾ ഡുവൽ ആപ്പ് വിൽ റിമൂവ് ഓൾ ആപ്പ് ഡാറ്റ. അപ്പോൾ നമ്മൾ അൺഇൻസ്റ്റാൾ എന്ന ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അത് സക്സസ്ഫുള്ളി അൺഇൻസ്റ്റാൾഡ് ആവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൽവി സമറി സൈനിങ് ഓഫ്. താങ്ക് യു.